ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നല്ല ചൂട് പുട്ടും ഇതാ ഈ ഒരു മാമ്പഴ സ്റ്റൂ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അധികം പണികളൊന്നും ഇല്ലത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുറച്ച് സാധനങ്ങൾ മതി. പക്ഷെ ഇത് ഒരിക്കലും കഴിച്ചാൽ പിന്നെ നിങ്ങൾ എപ്പോഴും പുട്ടിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി കഴിക്കുള്ളൂ. പുട്ടിൻ്റെ കൂടെ നമ്മൾ എല്ലാം കൂട്ടിയിട്ട് കഴിക്കുമല്ലോ, പുട്ടും കടല, അതുപോലെ പുട്ടും ബീഫും അങ്ങനെ എല്ലാം കഴിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുട്ടും പിന്നെ മീൻ കറിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സാധനം കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇനിയും മാമ്പഴം കിട്ടിയാൽ ഇതുപോലെ തന്നെ വെക്കും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഇതാ നമ്മൾ പഴുത്ത മാങ്ങയും പുട്ടൊക്കെ നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ടില്ല. ഇതൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് നോക്കാറുള്ളതാണ്. എന്നാൽ ഇതും നല്ലതാണ് കേട്ടോ, ഇതും അടിപൊളിയാണ്. ഇതിന് നമ്മൾ പഴം കൂട്ടി കഴിക്കണേക്കാട്ടി രസമാണ് ഈ ഒരു നല്ല മധുരമുള്ള മാങ്ങ വെച്ചിട്ട് ഈ ഒരു പുട്ട് കഴിക്കൽ. അപ്പോൾ ഇത് കഴിക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കി നോക്കൂ കേട്ടോ. ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മാമ്പഴക്കാലം കഴിയണേക്കാട്ടി മുന്നേ നിങ്ങൾക്ക് നല്ല മധുരമുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ പുട്ട് വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കി നോക്കിയിട്ട്. അതുപോലെ സ്റ്റൂ ഉണ്ടാക്കാനും മറക്കണ്ട, അടിപൊളിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം കേട്ടോ. ആദ്യം നമുക്ക് പുട്ടിന് പൊടിയൊന്ന് നനച്ച് വെക്കാം അല്ലേ. പുട്ടിന് പൊടി നനച്ച് വെച്ചാലല്ലേ നമുക്ക് കറിയാകുമ്പോഴത്തേനൊക്കെ പുട്ട ഒന്ന് കുതിർന്ന് വരുള്ള പുട്ടുപൊടി. അപ്പോൾ ഞാനിത് അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ, ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇതാവുമ്പോൾ അധികം പുട്ട് കിട്ടാറുണ്ട്, അതുപോലെ നല്ല രസമുള്ള പുട്ടായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാത്രത്തിലൊരു പാത്രമാണ് പുട്ടുപൊടി എടുക്കുന്നത്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, എന്നാലും ഇതൊന്ന് നനച്ച് വെക്കുന്നത് കൂടി കാണിച്ചു തരാമല്ലോ. ഇങ്ങനെ നനച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പുട്ടായിട്ട് കിട്ടും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇളം ചൂടുവെള്ളം, അതിൽ ഒരു 1 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇതാ ഇതുപോലെ എന്നിട്ട് ഒന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായി നനച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നല്ല പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നനച്ച് വെച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ എടുക്കണം. അപ്പോൾ അതിലത്തെ ഒരെണ്ണം ചീഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇതിൽ നല്ല മാങ്ങ നോക്കിയിട്ട് നമുക്കൊരു 3 എടുക്കാം. അപ്പോൾ അത് ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകിയിട്ടൊന്ന് കൊണ്ടുവരാം. ഇതിന് ഇന്ന മാങ്ങ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഏത് മാങ്ങ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. മൂവാണ്ട മാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ മാങ്ങയാണ്. അപ്പോൾ അത് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊലി ഇങ്ങനെ ചീന്തിയെടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, അപ്പോൾ അതുപോലെ തൊലി കളഞ്ഞിട്ടെടുത്താലും മതി. അപ്പോൾ ഇത് ഇങ്ങനെ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് മധുരവും പുളിയൊക്കെ ഉള്ളൊരു മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മധുരമുള്ള മാങ്ങ വേറെയാണ് എടുത്തത് പുട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഇത് നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചു. അല്ലാത്ത ഇതാ ഇതുപോലെ ആക്കിയിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക, കറിയിലിടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതാ 3 മാങ്ങയിലത്തെ 2 മാങ്ങയാണ് നമ്മൾ കറി വെക്കാൻ എടുത്തേക്കുന്നത്. അതിൽ പഴുത്ത മാങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടോ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുക. മാങ്ങ വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കറികളാണല്ലേ. അപ്പോൾ ഈ ഒരു മാങ്ങക്കാലം കഴിയണേക്കാട്ടി മുന്നേ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കറിക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിൽ കൂട്ടി കഴിക്കാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും രണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പുട്ടിലേക്കുള്ള നാളികേരം കൂടിയും അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ വേണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റൂ ഉണ്ടാക്കി എടുക്കുന്നത് നാളികേരപ്പാലിലാണ്. അപ്പോൾ അതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ നാളികേരപ്പാലിലാണ് മാങ്ങ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ആദ്യം നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം എരിവൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു എരിവ്, ഒരു പുളി, ഒരു മധുരം, അങ്ങനെ ആയിട്ടാണ് ഈ ഒരു കറി ഉള്ളത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ, ആകെ പച്ചമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഞാനിവിടെ എരിവും പുളിയും മധുരം എല്ലാം ഒരുപോലെ നിൽക്കണ പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കാരണം കുറച്ച് തന്നെയാണ് പച്ചമുളക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അത് അടച്ച് വെക്കണമെങ്കിൽ വേഗം തിളച്ച് വരുമല്ലോ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതാ നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയൊരു മണക്കുള്ള നല്ല മാങ്ങയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു മാങ്ങയുടെ ആ ഒരു മണം നന്നായിട്ട് ഇങ്ങനെ നമുക്ക് രുചിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ചെറിയൊരു മണമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അല്ല, ഇനി മൂവാണ്ട മാങ്ങ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഒരു പ്രശ്നവും. മാങ്ങ ഇട്ടു ഇനി ഒരു 3-4 തിളച്ചാൽ മതി കേട്ടോ. മാങ്ങ വെന്ത് ഉടയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോഴത്തേനും നമുക്ക് ഒന്ന് കുറുകി വരാനുള്ള, ഇനി കറി ഒന്ന് കുറുകി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കറി ഒന്ന് തുറന്ന് നോക്കി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു മധുരം വേണമെന്ന്. അപ്പോൾ അതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്നാലും പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു മധുരം എല്ലാം കൂടിയായിട്ട് കിട്ടുക. അപ്പോൾ മധുരമൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിപ്പൊടിയും കൂടി കലക്കി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക.
ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട പിടിക്കുമല്ലോ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അരിപ്പൊടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി അരച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴും നമുക്കൊരു കട്ടിയിൽ കിട്ടും. അവിടെ അണ്ടിപ്പരിപ്പ് കുറവാണ്ടായിരുന്നത്, അത് കാരണമാണ് ഞാൻ അരച്ചൊഴിക്കാഞ്ഞത്. രണ്ടായാലും ടേസ്റ്റ് കൂടുതൽ നമ്മൾ അണ്ടിപ്പരിപ്പ് അരിച്ചൊഴിക്കണതിന് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടൊന്ന് അരച്ചൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് കുറുകിയ ചാറനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എനിക്ക് എല്ലാം പാകമായിരുന്നു. ഇനി ആ അരിപ്പൊടി നമ്മൾ കുറുക്കി ഒഴിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ട് വേവണ വരെ മതി കേട്ടോ. ഒരു 1-2 മിനിറ്റൊക്കെ മതി, അപ്പോഴത്തേനും അത് കുറുകി വരും. അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കരുത് കേട്ടോ, നിങ്ങൾക്കറിയാലോ. അത് ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ മാമ്പഴ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എളുപ്പമാണല്ലോ, നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. നമ്മൾ ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി മാമ്പഴം വെച്ചിട്ട് ഈ ഒരു മാമ്പഴക്കാലം കഴിയണങ്കാട്ടി മുന്നേ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. ഇത് നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ തന്നെയാണ് കേട്ടോ രസം. വേറെ ഒന്നിൻ്റെ കൂടെ അങ്ങനെ ഒരുമിച്ച് പോവില്ല, പുട്ടിൻ്റെ കൂടെ തന്നെയാണ് പോവുക. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടാനുണ്ട്. വറുത്തിടുക എന്ന് പറയുമ്പോൾ നമ്മൾ കടുകല്ല കേട്ടോ, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറുത്ത മുന്തിരിയും പിന്നെ മറ്റേ മുന്തിരി ഉണ്ടല്ലോ. അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ടാണ് ഞാനൊന്ന് താളിച്ചൊഴിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ, നെയ്യിലാണെങ്കിൽ നെയ്യിൽ, രണ്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണയിലാണ് താളിച്ചൊഴിച്ചിരിക്കുന്നത്. നിങ്ങൾ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യിൽ തന്നെ താളിച്ചൊഴിച്ചോളൂ കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ മുന്തിരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കറി അവിടെ ഇരിക്കട്ടെ, അപ്പോഴത്തേനും നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുട്ടും പൊടിയൊക്കെ നനഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളികേരം ഇട്ട് കൊടുക്കുക, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, അത്രയാണല്ലോ. പുട്ടുണ്ടാക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണല്ലേ. ഇതിലും എളുപ്പത്തിൽ പുട്ടുണ്ടാക്കുന്ന ഒരു വിദ്യയും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അവിടെ ചെന്ന സമയത്താണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പുട്ട് കാണുന്നത്. അവർ അരിപ്പച്ചെമ്പ് ഉണ്ടല്ലോ, അരിപ്പച്ചെമ്പിൻ്റെ അടിയിൽ ആദ്യം കുറേ അധികം നാളികേരം ഇട്ട് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കും, പിന്നെ നാളികേരം ഇട്ട്, അങ്ങനെ നമ്മളൊരു അപ്പം പോലെ ആയിട്ടാണ് കേട്ടോ അവർ പുട്ടുണ്ടാക്കി എടുക്കാറുള്ളത്. അതാവുമ്പോൾ നമ്മൾ നിന്നിട്ട് പുട്ടുണ്ടാക്കൊന്നും വേണ്ടല്ലോ. ഒരു പ്രാവശ്യം അങ്ങോട്ട് അടുപ്പിൽ വെച്ച് പോയാൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴത്തേനും പുട്ടായിട്ടുണ്ടാവും. കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ നമ്മുടെ പുട്ടുംകുറ്റിയിൽ തന്നെയാണ് പുട്ടുണ്ടാക്കിയെടുത്തത്. അപ്പോൾ 2 കുറ്റി പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചിരട്ട പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ആവിയെ വരണുള്ളൂ. അപ്പോഴത്തേനും നിങ്ങൾക്ക് കറി കാണിച്ചു തരാൻ കണ്ടില്ല, ഇതുപോലെ കുറുകിയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് നന്നായി കുറുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുത്തോളൂ കേട്ടോ. ഇതുപോലെ ആവുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് കിട്ടുക, നമുക്കത് ഒഴിച്ച് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം, അതും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി മാത്രം. വേറെ ഒന്നിൻ്റെയും കൂടി ഈ കറി പോവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങൾ പുട്ടുണ്ടാക്കണമെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി, അല്ലാതെ നമുക്ക് ചപ്പാത്തിക്കോ ദോശക്കോ ഒന്നിനും ഇത് പോവില്ല, പുട്ട് മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ അതാ നല്ല ചൂട് പുട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു മാമ്പഴ സ്റ്റൂവും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു മാങ്ങ വേവാതെ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് നല്ലത്. അല്ല വെന്ത് ഉടഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഈ കഴിക്കണ സമയത്ത് ആ മാങ്ങയും കൂടി കടിക്കാനും കൂടി കിട്ടണമല്ലോ. അപ്പോൾ ആ പുട്ടിൻ്റെ മീതൊക്കെ ആ ഒരു കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു. ഞാൻ വലിയ ഇതിലൊക്കെ പോയിട്ട് അതൊക്കെ ഒന്ന് കുഴച്ച് നോക്കിയത്, കൈ നല്ല ചൂടായിരുന്നു. പിന്നെ ചൂടറിയതിൻ്റെ ശേഷമാണ് കേട്ടോ അതാ ഇതുപോലെ കണ്ട് കുഴച്ച് ഒരുമിച്ചാക്കിയിട്ട് കഴിക്കണം. പപ്പട അങ്ങനെ വേറെ ഒന്നും കൂട്ടരുത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു രുചി അറിയണമെങ്കിൽ നമ്മൾ ഇത് മാത്രം വെച്ചിട്ട് കഴിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോന്ന് മാറ്റി ഉണ്ടാക്കണതല്ലേ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണം. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിലും അതും പറയണം. അതുപോലെ ഈ ഒരു മാമ്പഴവും പുട്ടും കൂടി കൂട്ടി കുഴച്ച് കഴിച്ചവരാണെങ്കിലും പറയണം കേട്ടോ. ഇതും അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ കൊണ്ട് കുഴച്ച് കഴിച്ചോളാം, അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.